മോളെ അഞ്ജലി, വീട് ഇത്ര വലുതും സ്പെഷ്യലുമാണല്ലേ? പിന്നെ അനുജ് നിനക്കെന്ത് തോന്നുന്നു? ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നോ ഡൗട്ട്. എത്ര മനോഹരമായ ബംഗ്ലാവ്! ഈ ബംഗ്ലാവിനി നമ്മളാണ് ഭരിക്കുന്നത്. അമ്മേ, ഇനി ഞങ്ങൾക്ക് ഒളിച്ചുകളി ഇവിടെ നന്നായി കളിക്കാൻ പറ്റും. അച്ഛാ, ഞാനിവിടെ എൻജോയ് ചെയ്യും. എന്റെ സ്കേറ്റ് ബോർഡിൽ എനിക്ക് ഈ സ്ഥലത്തിൽ നല്ലതുപോലെ കളിക്കാം. കുടുംബത്തിലെ 4 പേരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്തെന്നാൽ അനുജിന് ഈ ബംഗ്ലാവ് അവന്റെ ചെറിയച്ഛൻ മരിച്ചതിന് ശേഷമാണ് അവന് കിട്ടിയത്. ചെറിയച്ഛനും ഒരു മകനുണ്ടായിരുന്നു. പക്ഷെ അവനും ഒരു ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം എല്ലാ ആസ്തികളും ഇപ്പൊ അനുജിന് സ്വന്തമായി. അതുകൊണ്ട് അനുജ് വളരെ സന്തോഷത്തിലാണ്. അവന്റെ ചെറിയച്ഛൻ മരിച്ചുപോയി ഇന്നേക്ക് 1 വർഷമായി. ഇന്നാണ് ഈ കുടുംബം ഈ ബംഗ്ലാവിൽ ജീവിക്കാൻ വന്നത്. അവർ അവിടെ ജീവിക്കാൻ വന്ന് ഏകദേശം 4 നാള് കഴിഞ്ഞു. ഇതുവരെ അവർക്കവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ ദിവസം കഴിഞ്ഞാണ് അവർക്ക് ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം പൂനം TV കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ടിവിയിൽ ഒരു പെണ്ണ് ഭരതനാട്യം കളിച്ചുകൊണ്ടിരുന്നു. അവൾക്കും ചെറുപ്പം തൊട്ടേ ഭരതനാട്യം കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില പല കാരണങ്ങൾ കൊണ്ട് അവൾക്കത് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ടിവിയിൽ ഭരതനാട്യം പ്രോഗ്രാംസ് കാണുമായിരുന്നു. പക്ഷെ അപ്പോൾ പെട്ടെന്ന് അവളുടെ മുറിയിൽ നിന്ന് അവളുടെ മകൾ ഭരതനാട്യം ഡ്രസ്സ് ഇട്ടുകൊണ്ടുവന്ന് അവളുടെ മുന്നിൽ നിന്ന് അവൾ ഭരതം കളിക്കാൻ തുടങ്ങി. അവൾ അവളുടെ കാലിൽ 2 വലിയ ചിലങ്ക കെട്ടിയിരുന്നു. അവൾ ഡാൻസ് കളിക്കുമ്പോൾ അതിന്റെ ശബ്ദവും ഭയങ്കരമായി കേട്ടു. പക്ഷെ അവൾ ഡാൻസ് കളിക്കുമ്പോൾ അവളുടെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. അവൾ വളരെ ദേഷ്യത്തിലുള്ളതുപോലെ തോന്നി. അത് കണ്ട് നീലം ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അതേസമയം അവൾക്ക് കുഴപ്പമായി. അവളെ ഭരതം കളിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? എന്തെന്നാൽ ഇതുവരെ അവളെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ലാതെ ഇപ്പൊ അവൾക്ക് 10 വയസ്സാണ്. മോളെ, അമ്മ പറയുന്നത് എന്താ നീ കേൾക്കാത്തത്? അപ്പൊ നീലമിന് അവളുടെ മകളുടെ മുഖത്ത് ആരോ അറിയാത്ത ഒരു പെണ്ണിന്റെ മുഖം കണ്ടു. അത് കണ്ട് അവൾ ഒരുപാട് പേടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അഞ്ജലി തന്നെ ബോധം കെട്ട് വീണു. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾക്ക് നടന്നതൊന്നും ഓർമ്മയില്ല. അഞ്ജലി, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടാകില്ലേ? നിനക്ക് ആ ഭരതനാട്യം ഡ്രസ് എവിടുന്ന് കിട്ടി? അമ്മേ, നമ്മുടെ വീട്ടിൽ ആ ലാസ്റ്റ് മുറിയില്ലേ, അവിടെയാണ് എനിക്ക് ആ ഭരതനാട്യം ഡ്രസ് കിട്ടിയത്. അവിടെ ഇത് മാത്രമല്ല, ഒരുപാട് പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോളെ, അമ്മയൊന്ന് അവിടേക്ക് കൊണ്ടുപോ. നീലം അവളുടെ മകളോടൊപ്പം അതേ മുറിയിലേക്ക് പോയി. അപ്പൊ നീലം കണ്ടു ആ മുറിയിൽ ചില ഫോട്ടോസ്, അതേപോലെ എല്ലാവരും ഉപയോഗിച്ച സാധനങ്ങൾ. ആ വീടിന്റെ ചുമരുകളെല്ലാം തന്നെ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഈ വീട്ടിൽ എന്തോ ഒരു ആഴമായ രഹസ്യമുണ്ടെന്ന്. പക്ഷേ അത് എന്ത് രഹസ്യം? ഇതിന്റെ ഇടയ്ക്ക് അനുജ് പിന്നെ രോഹിത് മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പൊ മകളമ്മ 2 പേരും പുറത്തേക്ക് വന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നീലം പിന്നെ അനുജ് മുറിയിലേക്ക് പോയപ്പോൾ നീലം എല്ലാം തന്റെ ഭർത്താവിനോട് പറഞ്ഞു. അനുജ് എത്ര സന്തോഷമായിരുന്നെന്നോ? അവർ പറഞ്ഞ ഒന്നിലും അവൻ ശ്രദ്ധ ചെലുത്തിയില്ല. അവൻ എത്രയ്ക്ക് സന്തോഷമായിരുന്നെന്നോ? അവൻ ഓഫീസിനും 7 ദിവസം ലീവ് പറഞ്ഞിരുന്നു. അടുത്ത് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് അനുജിന് അറിയില്ല. അന്ന് രാത്രിയിൽ നീലം കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ചുമരിൽ നിന്ന് ഏതോ കുട്ടികൾ അലറുന്ന ശബ്ദങ്ങൾ കേട്ടു. പക്ഷെ അനുജ് അത് അവരുടെ തോന്നലാണെന്ന് വിചാരിച്ച് കിടന്നു. അടുത്ത ദിവസം അനുജ് അവന്റെ വീട്ടിലെ ബെഡിൽ ഇരുന്നു കൊണ്ട് വളരെ ജോളിയായി ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോ അവന്റെ ഭാര്യ വളരെ വ്യത്യസ്തമായ ഭരതനാട്യം ഡ്രസ് ഇട്ടുകൊണ്ട് വളരെ വ്യത്യസ്തമായ അവൾ ഭരതം കളിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ലാതെ നീലം വളരെ വ്യത്യസ്തമായ മേക്കപ്പ് ഇട്ടിരുന്നു. അയ്യോ, നിനക്കെന്തു പറ്റി? സർ, ഇന്ന് ഞാൻ വളരെ നന്നായിട്ടില്ലേ? ഇന്ന് നിങ്ങൾ തീർച്ചയായും ആയിഷയെ മറക്കും. നീലം, നീ എന്താ പറയുന്നത്? ഈ ആയിഷ ആരാണ്? നീലം അന്ന് അനുജിനെ അടിച്ചിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴേക്കും പുറകെ നിന്ന് അവളുടെ 2 കുട്ടികൾ വന്നു. അമ്മേ, അച്ഛനെ വിട്ടേക്കൂ പ്ലീസ്. രോഹിത് അവന്റെ അച്ഛനെ അമ്മയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ നീലമിന് അത് കണ്ട് ദേഷ്യം വന്നു. അപ്പോൾ അവൾ ദേഷ്യത്തിൽ രോഹിത്തിനെ തള്ളിയിട്ടു. അതിൽ രോഹിത് ദൂരെ ചെന്ന് വീണ് ചുവരിൽ തലയിടിച്ചു. അവന്റെ തലയിൽ വലിയ പരിക്കേറ്റതുകൊണ്ട് അവന് അതേ സ്ഥലത്ത് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. രോഹിത് മരിച്ചുപോയതും നീലം കുറച്ച് നിശബ്ദയായി. അത് കഴിഞ്ഞ് തല കറങ്ങി താഴെ വീണു. ആ നിമിഷം വീട് നിശബ്ദമായി. ഇപ്പൊ അനുജന് മനസ്സിലായില്ല എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അവനവന്റെ തല പിടിച്ച് കരയാൻ തുടങ്ങി. ആ സമയത്ത് നീലം കണ്ണു തുറന്നു നോക്കി. തന്റെ കുട്ടിയുടെ മരിച്ചുപോയ പിണം കണ്ടതും
അവൾ ഒരുപാട് ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് അവൾ കരഞ്ഞുകൊണ്ടേ വളരെ ഉറക്കെ ചിരിക്കാനും തുടങ്ങി. അച്ഛാ, അമ്മയ്ക്കിത് എന്തു പറ്റി? എനിക്ക് ഒരുപാട് പേടിയാകുന്നു അച്ഛാ. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ. ആദ്യം അവൻ വീടിന്റെ വാതിൽ തുറക്കാൻ നോക്കി. പക്ഷെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. അനുജ് അവന്റെ മകളെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലുള്ള വേറൊരു മുറിയിലേക്ക് ചെന്നു. അത് അതേ മുറിയാണ്. ഏത് മുറിയിൽ പഴയ സാധനങ്ങൾ ഇട്ടുവച്ചിരുന്നോ അതേ റൂം. അനുജിന് മനസ്സിലായി എന്തോ ഒരു ദുഷ്ടശക്തി അവന്റെ കുടുംബത്തിലുണ്ടെന്ന്. അവനത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. അവിടെ അവനൊരു ഡയറി കിട്ടി. അതവന്റെ ചെറിയച്ഛന്റേത്. ആ ഡയറിയിൽ ഒരുപാട് സ്ത്രീകളുടെ ഫോൺ നമ്പർ പിന്നെ പേര് എഴുതിയിരുന്നു. അതിൽ ചില പേർ ഡാൻസേഴ്സ് ആണ്, ചില പേർ കോൾ ഗേൾസ് ആയിരുന്നു. അതിൽ ആയിഷ എന്ന ഒരു പെൺകുട്ടിയുടെ പേരും എഴുതിയിരുന്നു. അവന്റെ ചെറിയച്ഛന് ഒരു വ്യത്യസ്തമായ ഡിസോർഡർ ഉണ്ടായിരുന്നു. വേറൊരാൾ കഷ്ടപ്പെടുന്നത് കണ്ടാണ് അദ്ദേഹം എപ്പോഴും സന്തോഷപ്പെടുക. അയാൾ അതിനു വേണ്ടിയാണ് ഒരുപാട് സ്ത്രീകളെ വീട്ടിലേക്ക് വരുത്തുന്നത്. ആദ്യം അവൻ അവരോടൊപ്പം നേരം ചിലവഴിക്കും. അത് കഴിഞ്ഞവരെ പിടഞ്ഞ് കൊല്ലും. പക്ഷെ അവൻ ഇതുപോലെ ഒരു പെണ്ണിനെയല്ല ഉപദ്രവിച്ചത്. അതിനു പകരം ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നു. അതിൽ കാജൽ എന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ പെണ്ണിന് ഭരതം കളിക്കാൻ നന്നായി അറിയാം. മെല്ലെ മെല്ലെ അവന് വയസ്സാകാൻ തുടങ്ങുമ്പോൾ അവൻ അതെല്ലാം ഡയറിയിൽ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവനൊരു കാർ ആക്സിഡന്റായി മരിച്ചുപോയി. ഉടനെ അനുജ് ആ മുറിയിൽ തീ വയ്ക്കാൻ തീരുമാനിച്ചു. അവൻ അടുക്കളയിലേക്ക് പോയി. പക്ഷെ അവന് മുന്നേ നീലം അവിടെ ചെന്ന് നിന്നിരുന്നു. നീലം, തിരിച്ചു വാ. നീ നിന്റെ മകളെ കുറിച്ചൊന്ന് ഓർക്ക്. അനുജ് അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും നീലം ഒരു കത്തി കൊണ്ട് അവനെ കുത്തിക്കൊണ്ടേയിരുന്നു. അനുജ് കഷ്ടപ്പെട്ട് അവളെ തടഞ്ഞു. അത് കഴിഞ്ഞ് അവളെ താഴെ തള്ളിയിട്ട് അവിടെയുള്ള ഒരു പെട്രോൾ കാനും തീപ്പട്ടിയും എടുത്തിട്ട് ഓടിപ്പോയി. അത് കഴിഞ്ഞ് തന്റെ മകളെ റൂമിൽ നിന്ന് പുറത്തിറക്കി ആ മുറിയെ അവൻ തീ വെച്ച് കൊളുത്തി. പക്ഷെ അപ്പോഴും ഒരു മാറ്റവുമില്ല. നീലം അവരുടെ പുറകെ നിന്നുകൊണ്ടിരുന്നു. അവൾ ആ കത്തികൊണ്ട് അവളുടെ കൈ മുറിച്ചു. അത് കഴിഞ്ഞ് പ്രേത ശബ്ദത്തിൽ പറഞ്ഞു, നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും, ആരെയും വിട്ടുവെക്കുകയില്ല. ഓരോ തവണയും നീലമിന്റെ ശബ്ദം മാറാൻ തുടങ്ങി. അതെങ്ങനെ തോന്നിയെങ്കിൽ അവൾക്കുള്ളിൽ ഒരു ആത്മാവല്ല, അതിനു പകരം ഒരുപാട് ആത്മാക്കൾ ഉള്ളതുപോലെ. ഇനി അവൾ രക്ഷപ്പെടാൻ വേറെ വഴിയേയില്ല. അവൾ സ്വയം തന്നെ പരിക്കേൽപ്പിച്ചതിനു ശേഷം അവർക്കും പുറകെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അനുജന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നീലം ഒരു നാൾ അവരുടെ മുറിയിലെ ചുമരിൽ നിന്ന് ഏതോ സ്ത്രീകളുടെ അലറുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അനുജന് തോന്നിയത് ആ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ആ ചുമരിലാണ് കുഴിച്ചിട്ടത് എന്ന്. അത് കഴിഞ്ഞ് നേരെ അവന്റെ മുറിയിലുള്ള ചുമര് തന്റെ മകളെ മാറ്റി നിർത്തി ഒരു വലിയ ചുറ്റിക എടുത്ത് ആ ചുമര് പൊളിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിൽ ആ ചുമരിൽ ഒരുപാട് അസ്ഥികൂടങ്ങൾ കണ്ടു. അപ്പോഴാണ് അവന്റെ ഭാര്യ ആ മുറിയിൽ വന്നത്. പുറകെ നിന്ന് ആ കുട്ടിയെ അവൾ പിടിച്ചു. അനുജ് തന്റെ ഭാര്യയെ കണ്ടുടനെ ആ അസ്ഥികൂടങ്ങളിൽ പെട്രോൾ ഒഴിച്ചു. അത് കഴിഞ്ഞ് അവൻ ഉടനെ അതിനെ തീ കത്തിച്ചു. അപ്പുറത്ത് അവന്റെ ഭാര്യ താഴെ വീണു. ഇപ്പോ എല്ലാം അവസാനിച്ചു. ഇപ്പൊ അവർ രണ്ടുപേരുടെ ജീവൻ മാത്രം ബാക്കിയായി. വാ മോളെ, പോകാം ഇവിടെ നിന്ന്.